നമ്മൾ കഴിച്ചപ്പോൾ ചാടി കിടന്നിട്ട് സോസ് എല്ലാം കൂടെ കയറിയപ്പോൾ ചൂപ്പത്. ഇന്ന് സിംഗിൾ ചാനലാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത്, ഡുവൽ ചാനലൊന്നുമില്ല. ഒരു സെറ്റ് സാധനം ഇപ്പോൾ എടുത്തോണ്ടിരാൻ വെയിറ്റ്. അങ്ങനെ സ്റ്റുഡിയോയിലിരുന്ന് നമ്മളുടെ ആദ്യത്തെ ഫുഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് ഫുഡ് വ്ളോഗിങ് ചാനലൊന്നും അല്ല. ഞാൻ വിചാരിച്ച് ഇത് കുറേ നാളായിട്ട് ഞാൻ കഴിക്കണ സാധനമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ് സ്ഥിരം കഴിക്കണം എന്നല്ല, ചില സമയത്ത് എനിക്ക് ബർഗർ ക്രേവിങ് വരും ഗൈസ്. അങ്ങനെ ബർഗർ ക്രേവിങ് വരുമ്പം ഒരു ഒരു ബൾക്കായിട്ടുള്ളൊരു ബർഗർ കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഒരുവിധം മാന്യമായിട്ടുള്ളൊരു ബർഗർ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ KFC നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് ബർഗർ സത്യം പറഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പം ദർ ഇസ് നോ ഓപ്ഷൻ. അതായത് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ വേറെ ഷോപ്പൊന്നും നമുക്ക് ഒരു ഓപ്ഷൻ അല്ല വാങ്ങിക്കാനായിട്ട്. സോ ഇത് ആദ്യമായിട്ട് ഞാൻ സിംഗർ പ്രോ ബർഗർ എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അതിനുശേഷം ഞാൻ ഇതിന് അഡിക്റ്റ് ആയെന്ന് ഒരിക്കലും പറയില്ല, ഇഷ്ടപ്പെട്ട് നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പായി. അതിനുശേഷം എനിക്ക് ഈ ഒരു ബർഗർ ക്രേവിങ് വീട്ടിൽ ഇരിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ ഞാനിത് മേടിക്കാറാണ് പതിവ്. പിന്നെ സിറ്റിയിൽ ഇന്നാളെ പോയപ്പോൾ ഒരെണ്ണം ഞാൻ വേറെ കഴിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് പോയപ്പോൾ അവൻ കഴിച്ചെന്ന് ശകലമൊന്ന് ടേസ്റ്റ് ചെയ്തതാണ്. എനിക്ക് വലിയ താല്പര്യമില്ല, അങ്ങനെ ക്രേവിങ് ഇല്ലാത്ത സമയത്ത് ഞാനിത് കഴിക്കാറില്ല. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോയി ചെയ്യാം. ലൈറ്റ് പിടിക്കണാടായി, ഇത്രയും പൈസ കൊടുത്ത് ലൈറ്റ് വാങ്ങിച്ചിട്ട് ലൈറ്റ് പിടിക്കണേ. അപ്പോൾ ഗൈസ്, ടെക് ചാനൽ കണ്ടിട്ട് പറഞ്ഞവരാണെങ്കിൽ നത്തിങ് ഫോണിൻ്റെ ഒരു പുതിയൊരു സാധനം നമ്മളുടനെ കൊണ്ടുവരും. സാധനം ഇരിക്കുകയാണ്, അതൊക്കെ ഇനി അൺബോക്സ് ചെയ്യണം. കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഡൗൺ ആക്കിയിട്ടിരിക്കുന്നത്. ഇനി അങ്ങനെയൊന്നുമില്ല, സ്ഥിരം വീഡിയോസൊക്കെ ടെക് എന്തായാലും വന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇത്രയും കച്ചപ്പുണ്ട് കേട്ടോ. കച്ചപ്പ് എന്നാണ് ടൊമാറ്റോ സോസ് എന്നാണ് പറയണത്. എന്തായാലും ഇത്രയും സാധനങ്ങൾ 1 2 3 4 5 സാധനമുണ്ട്. അതിൻ്റെ കൂടെ KFCയിലെ കുറേ ഇതുണ്ട്, ടിഷ്യൂ പേപ്പർ. ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് ബർഗർ, അമ്മയ്ക്ക് ബർഗർ പറ്റൂല, അതുകൊണ്ട് രാത്രി ഫുഡ് ഉണ്ട് കഴിക്കാനായിട്ട്, എന്നാലും നമുക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചൊരു ഇത് വന്നപ്പോഴും അപ്പം ഒരു ബർഗർ ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് ബർഗർ വേണ്ട, താല്പര്യമില്ല. അമ്മയ്ക്ക് ചിക്കൻ സ്ട്രൈപ്സാ ആ ഒരു സാധനത്തിൽ 3 എണ്ണം പറഞ്ഞത്. ആ ഒരു സാധനം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നപ്പോൾ ആശാത്തി നൈസിന് അതങ്ങ് കഴിച്ചിട്ട് പോയി കിടന്നു. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ലെവലിൽ വരുന്ന ഒരെണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. എനിക്ക് തോന്നുന്നത് നല്ല ഫ്ലിക്കറിങ് ഉണ്ടെന്നാണ്, ഞാൻ ആംഗിളൊന്നും സെറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ സാധനം നമുക്ക് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നല്ല മഴ സമയത്താണ് കൊണ്ടുവന്നത്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തതാണ്, അല്ല സൊമാറ്റോയിൽ ഓർഡർ ചെയ്തതാണ്. ഇതും അടിപൊളി സാധനം കേട്ടോ. പക്ഷേ നമ്മൾ നെടുമങ്ങാട് നമ്മുടെ നാട്ടിൽ ഈ സാധനം തുടങ്ങിയപ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ ഉമ്മാര്. പക്ഷെ ഇപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആശാത്തി 2 എണ്ണം തിന്നിട്ട് പോയി കിടന്നില്ലേ, 3 എണ്ണം ഞാൻ വാങ്ങിച്ചതാണ്. ഒരെണ്ണം കൂടെ ഇരിക്കണേ. ഫ്ലാറ്റായി വേണ്ട. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ സിംഗർ പ്രോ ബർഗർ. അല്ലയോ എൻ്റെ PC-യിലൊക്കെ ഉറുമ്പ് കയറിയ തേങ്ങ. നമുക്ക് ഇങ്ങനൊരു ബ്ലാക്ക് ബോക്സിനകത്താണ് ഈ സാധനം വരണത്. ഇങ്ങനൊരു ബ്ലാക്ക് ബോക്സ് വരും. ആ ബോക്സ് ഇങ്ങനെ പൊക്കണ സമയത്ത് നല്ല റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് വെച്ചിരിക്കണം എന്ന് പറയാം. പൊതിഞ്ഞ് ഈ സാധനം വെച്ചിട്ടുണ്ട്. ബർഗർ എപ്പോഴും നമ്മൾ കഴിക്കാൻ നേരത്ത് എടുക്കുക, എന്നിട്ട് ഈ സോന ആപ്ലിക്കേഷനെ ഇങ്ങനെ കമത്തി ഇങ്ങനെ വയ്ക്കുമ്പോൾ 2 പാത്രമാവും. നിങ്ങൾക്ക് അറിയാമോ, 2 പാത്രമാവും. ആ പാത്രമാകുമ്പോൾ ഇവിടെ ഒരു ഓട്ട കാണും. ആ ഓട്ട എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളം വെച്ചിട്ട് സ്ട്രോ ഇങ്ങനെ അകത്തിട്ട് ഇങ്ങനെ കുടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അത് വെള്ളം ഉള്ളവരെ അങ്ങനെ കുടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബർഗർ ഇങ്ങനെ തുറന്നിട്ട് വേണ്ടാത്ത സ്ഥലം നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുക. നമ്മളെല്ലാവരും ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് കടിക്കും, ഇങ്ങനെ. പക്ഷെ നമ്മൾ ബർഗർ കഴിക്കേണ്ട തലകുത്തനെ വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. അത് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, മറ്റേ മസ്റ്റാർഡ് സോസാ, അത് ചീസ്, ടൊമാറ്റോ, പിന്നെ മറ്റേ ഇല, പിന്നെ നമ്മുടെ ആ ഒരു KFCയിലെ ചിക്കൻ, ഇത്രയും സാധനമാണ് ഉള്ളത്. ഞാൻ ഒന്ന് തംബ്നെയിൽ എടുത്തോട്ടെ, ഇല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെ തംബ്നെയിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. നല്ല ചൂടുണ്ട് കേട്ടോ. ഈ സാധനം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്, നല്ല കീട്ടിലും സാധനമാണ് കേട്ടോ. ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കമത്തണം. പിന്നെ കമത്തി വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഇവിടെ
കടിക്കണം. കടിക്കുമ്പോൾ ഒരു സെറ്റ് സാധനം വട്ടത്ത് പോവും. ഈ സോസാണ് സെറ്റ് കേട്ടോ ഉമ്മാര. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ടൊമാറ്റോ സോസ് ഒന്നും ഞാൻ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഒന്ന് കഴിക്കാൻ വിചാരിക്കണം. എങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ KFC സിംഗർ പ്രോ ബർഗർ കഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ KFC ഏത് ബർഗറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്കൊന്ന് ട്രൈ ചെയ്യണം. സോ നമ്മൾ ഒന്ന് ബൾക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാലറീസ് കൂടിയ ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ പറ്റുള്ളൂ. നമുക്കൊക്കെ സെറ്റ് ചെയ്യണം. കുറച്ച് ചാലഞ്ച് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അവർ കടിക്കുന്നു, ഇതങ്ങനെ ഇവിടെ ഇങ്ങനെ കുളച്ചൊഴിക്കുന്നു, മാറ്റി വയ്ക്കുന്നു, മാറ്റി വെച്ചാൽ ഇങ്ങനെ എടുക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമത്തി വയ്ക്കുന്നു, കമത്തി വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ യവന്മാർ ബർഗർ കൊള്ളാൻ കേട്ടോ. അപ്പോൾ നീ മറ്റടുത്ത ബർഗർ കഴിച്ചിട്ടില്ലടാ അതാണ്ട് സൂപ്പർ എന്നൊന്നും പറയാൻ വേണ്ട. എനിക്കിപ്പോൾ ഇവിടെ അവൈലബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് കൊള്ളാൻ നല്ലതാണ്. വേറൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ സൂപ്പറാണ്. KFC നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയത് സിംഗർ പ്രോ ബർഗർ കൊള്ളാം. എന്നൊക്കെ ഒരു സാധനം ചാടാതിരിക്കാൻ നമ്മൾ പൊതിഞ്ഞ് വയ്ക്കണം കേട്ടോ. മീശയിലൊക്കെ അവർക്ക് ലാസ്റ്റ് തുറച്ചിടാം കേടും. അല്ല എല്ലില്ലാത്ത പീസൊക്കെ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ കേട്ടോ അത്. മൂന്നത്തെ ബൈറ്റ് എടുത്ത് ഒരു 6 ബൈറ്റിനുണ്ട് ഈ സാധനം. ഒരു ബിഗ് മൗത്തിന് 6 ബൈറ്റ് ഉണ്ട്. ഓക്കെ 3 അതുകൊണ്ട് കാണിച്ചു തരാം. KFC കൊള്ളാം. പിന്നെ എല്ലായിടത്തും ഇത് സെയിം അവസ്ഥയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള KFCനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. കൊള്ളാം. അത് തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചപ്പം മറ്റേ റാപ്പൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുപോലെ കൊള്ളാം. 3 ബൈറ്റില്ലേ നമ്മൾ എടുത്തത്. ബൈറ്റ് 4 ഇപ്പോൾ കുത്തക്ക പോലെ ഗൈസ്. സ്റ്റുഡിയോ ഒക്കെ അതിരുന്നൊക്കെ ഫുഡ് റിവ്യൂ ചെയ്യേണ്ടതിൻ്റെ അവസ്ഥ ആലോചിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഭയങ്കര സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹാപ്പി പ്ലേസ് ആണ് ഗൈസ് എൻ്റെ ആ റൂം ആൻഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. പക്ഷെ കുറച്ച് കാലമായിട്ട് എനിക്ക് അങ്ങോട്ട് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഗെയിമിങ് ഉണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഗെയിം കളിക്കുമ്പം അതൊക്കെ തീരണതാണ്. അപ്പോൾ ഗെയിം കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇനി എന്തായാലും ഗെയിമിങ് വീഡിയോ പുഷ് ചെയ്യണുണ്ട്. നമ്മുടെ ഈ ചാനൽ ലൈഫ് സ്റ്റൈൽ ചാനൽ സെറ്റ് ചെയ്യാണ്ട് ടെക്ക് കറക്റ്റായിട്ട് ഓടിപ്പോവാണ്. കാരണം നമ്മൾ പൈസ പറഞ്ഞത് ടെക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മളിപ്പം ബിൽഡായിക്കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. പൈസയ്ക്ക് വേണ്ടിയില്ല ഈ 2 ചാനലിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ട്രാവൽ വീഡിയോസ് ഇനിയും വരാനുണ്ട്. മറ്റേതിനകത്ത് ടെക്ക് സ്ഥിരമായിട്ട് പറഞ്ഞതിന് ഇതിൻ്റെ വീഡിയോ നാളെ എടുക്കാം. പിന്നെ Fold 6 നമ്മൾ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. Fold 6 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സാധനം മേടിക്കണം, അതിൻ്റെ വീഡിയോസ് ചെയ്യണം. എല്ലാം കൊണ്ട് വീഡിയോ ആണ്. ആരും കാണില്ലെന്നേ ഉള്ളൂ. 4 ബൈറ്റായേ. ബൈറ്റ് 5. ആറര ബൈറ്റിനുണ്ട് കേട്ടോ. ഒരു ബൈറ്റിനോടെ ഉള്ളൂ. നമുക്ക് നോക്കാം 6ത്തെ ബൈറ്റ് തീരുമൊന്നും. ഗൈസ് ബിഗ് മൗത്ത്. നമ്മൾ കഴിച്ചപ്പോൾ ചാടി കിടന്നിട്ട് സോസ് എല്ലാം കൂടെ കയറിയപ്പോൾ ചൂപ്പത്. ഒരു സിംഗിൾ പ്രോ ബർഗർ എൻ്റെ 6 ബാക്കിയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എത്ര ബാക്കിയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം.
എനിക്കൊരു കാര്യമോ, ഞാൻ ഈ ഇടയ്ക്ക് അതായത് ഒരു 4-5 വർഷം മുമ്പാണ് guys അതിൽ കരിമീൻ കഴിച്ചത്. സത്യം സത്യം സീരിയസ് ആയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. 4-5 വർഷമായുള്ളൂ ഞാൻ ആദ്യം ഒരു കരിമീൻ കഴിച്ചിട്ട്. അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ കാണുമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു സാധനം കഴിക്കാം. നമുക്കിപ്പോൾ അന്ന് അതിന് മുമ്പ് കഴിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും നമുക്കത് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറ്റിയിട്ടില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അപ്പം ബർഗർ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ കാണുമായിരിക്കും. എന്ത് അങ്ങനെയൊക്കെ ഉള്ളവർ കാണുമല്ലേ. അപ്പോഴേ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്ത് ചെയ്യേ, ഇപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരാ, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇവിടെ പുല്ല്. വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അയ്യോ. അപ്പോൾ ഗൈസ് ഇന്നിനിയും വേറെ പരിപാടിയൊന്നുമില്ല. എഡിറ്റിംഗ് ഇല്ല, വേറെ ഗെയിം വീഡിയോ എടുക്കാനില്ല, ഒന്നുമില്ല. ഇതും ഇനി എഡിറ്റ് ചെയ്യാനൊന്നും പോകണില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ശരി ബൈ. ഇതിനകത്ത് സ്റ്റുഡിയോക്കകത്തിരുന്ന് ഇതിനകത്ത് വീഡിയോ ഇടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു വരുമില്ലടേ. അപ്പോൾ ശരി ബൈ.